കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. മഞ്ചേരി നഗരസഭ സൗന്ദര്യവത്കരണ പദ്ധതി ഗ്രീൻ മഞ്ചേരിയുടെ ഭാഗമായി മുട്ടിപ്പാലത്തെ ഹരിത അങ്ങാടിയായി പ്രഖ്യാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ പ്രഖ്യാപനം നിർവഹിച്ചു. വീടുകളിൽ നിന്നും കടകളിൽ നിന്നുമുള്ള ഒക്കെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചും ഒക്കെ നമ്മൾ അങ്ങാടികളൊക്കെ ക്ലീനാക്കി വീടുകളൊക്കെ ക്ലീനാക്കിയപ്പോഴും എങ്കിലും നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം വീണ്ടും നമ്മൾക്ക് കാണാൻ പറ്റി. അപ്പം വലിച്ചെറിയൽ മുക്ത നഗരസഭ എന്നൊരു ലക്ഷ്യത്തോടു കൂടിയും നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. ഇതിനോടൊപ്പം ഹരിത അങ്ങാടി ഉണ്ടാക്കി അത് എന്നും നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കുട്ടികൾ ഇവിടെ ഒരു നാടകം കളിച്ചു. നമ്മുടെയൊക്കെ മനസ്സിൽ തട്ടി ആ വാക്കുകൾ. ഓരോ കുട്ടിയും വായും ജലവും മണ്ണും അതുപോലെ തന്നെ മരം ഒക്കെ ആയിട്ടാണ് അവരത് അഭിനയിച്ചത്. എങ്കിലും അവരുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ തട്ടി. നമുക്കറിയാം ഇനി വരുന്നൊരു തലമുറക്ക് സ്ഥലം ഉണ്ടാവുന്നില്ല. നമ്മൾ ആ കുട്ടികളുടെ ആ ഒരു ചോദ്യം ഒരു ചിഹ്നം തന്നെയാണ്. എന്താണെങ്കിലും നമ്മൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വരും തലമുറക്ക് നമ്മുടെ മക്കളും ഒക്കെ ഇനി വരും തലമുറക്ക് വേണ്ടി നല്ല ഒരു വാസസ്ഥലം ഒരുക്കണം. നമ്മളാണ് മുൻകൈ എടുത്ത് മുന്നോട്ട് പോകേണ്ടത്. മഞ്ചേരി നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹരിത അങ്ങാടി ഉണ്ടാക്കുന്നതിന് വേണ്ടി മുട്ടിപ്പാലം ഭാഗത്ത് 2 വാർഡിലെയും കൗൺസിലർമാർ, നമ്മുടെ മുജീബ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുപോലത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടി അത് അവിടുത്തെ ആളുകളെയൊക്കെ കൂട്ടി സംഘടിപ്പിച്ച് ക്ലബ്ബുകളെയും വ്യാപാരികളെയൊക്കെ കൂട്ടി ഒരു മീറ്റിംഗ് പങ്കെടുത്തപ്പോൾ ഞാനും തന്നെ എത്രയും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇവിടുത്തെ ആളുകൾ ഇത്രയും സഹകരിക്കും എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനി നമുക്ക് യാതൊരു പേടിയും വേണ്ട, മുട്ടിപ്പാലം ഭാഗത്ത് ക്ലീൻ ആകും. പദ്ധതിയുടെ ഭാഗമായി നടപ്പാതകളിലെ കൈവരികളിൽ 100-ലധികം ചെടിച്ചട്ടികൾ സ്ഥാപിക്കുകയും നഗരസഭയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പ്രവേശന കവാടം സ്ഥാപിക്കുകയും ചെയ്തു. നിലവിൽ സ്ഥാപിച്ച ചെടിച്ചട്ടികൾ ദിവസവും വെള്ളമൊഴിച്ച് വ്യാപാരികൾ സംരക്ഷിക്കും. വൈസ് ചെയർമാൻ VP ഫിറോസ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം പുതുക്കൊള്ളി മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിഖ് മേച്ചേരി, സി സക്കീന, NMLC കൌൺസിലർമാരായ VK മുജീബ് റഹ്മാൻ, മരുന്നൻ മുഹമ്മദ്, ഹുസൈൻ മേച്ചേരി, മുജീബ് റഹ്മാൻ പരേറ്റ, ചിറക്കൽ രാജൻ, VC മോഹനൻ, ഫാത്തിമ സുഹറ, ക്ലീൻ സിറ്റി മാനേജർ JA നുജും, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റിൽജു മോഹൻ, C നസറുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ.